തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ കലാപത്തിൽ മമതാ ബാനർജിക്ക് കടുത്ത വെല്ലുവിളിയുമായി എംപിമാരും വിമതർക്കൊപ്പം 29 ലോക്സഭാംഗങ്ങളിൽ മമതയ്ക്കൊപ്പം ഒരാൾ മാത്രമേ ഉള്ളൂ. 15 വർഷം ബംഗാളിനെ നശിപ്പിച്ച് TMC എന്ന പേര് തന്നെ മായ്ച്ചു കളയണമെന്നും TMCക്ക് മുകളിലൂടെ ബുൾഡോസർ കയറ്റണമെന്നും സംസ്ഥാന മന്ത്രി ദിലീപ് ഘോഷ് പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ അക്രമാസക്ത കലാപകലുഷിത വയലന്റ് രാഷ്ട്രീയം ബംഗാളിൽ പുതുമല്ല. അതുപോലെ തന്നെയാണ് വളരെ പ്രതാപത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അടപടലം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയും ബംഗാളിൽ പുതുമയല്ല. CPM-ന്റെ വഴിയിൽ TMC പോകുന്നു എന്ന് വേണേ കരുതാവോ ബൽറാം? ഹാഷ്മി, അസിത, അതിലും വലിയ തകർച്ചയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് പോകുന്നത് എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ 41% വോട്ടുകൾ നേടിയ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ തകർന്ന് തരിപ്പണമാകുന്നതാണ് ബംഗാളിൽ കാണാൻ കഴിയുന്നത്. പാർട്ടിയുടെ ഭൂരിഭാഗം MLA-മാരും MP-മാരും മമതയെ വിട്ടൊഴിയുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. MLA-മാരിൽ 3-2 പേരും ഇപ്പോൾ വിമതപക്ഷത്താണ്. ഋതബ്രത ബാനർജിയെ പിന്തുണച്ച് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയിരിക്കുന്നു. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ MP-മാരിലും രാജ്യസഭാ MP-മാരിലും ബഹുഭൂരിഭാഗവും ഇപ്പോഴും മമതയ്ക്കൊപ്പം ഇല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾക്ക് പിന്നാലെ മമതാ ബാനർജി ഈ വിമതപക്ഷത്തിനെതിരെ തുറന്നടിക്കാൻ എത്തിയ ഘട്ടത്തിൽ മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്, പിന്തുണയുമായി ഉണ്ടായിരുന്നത് 29 ലോക്സഭാ അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ്, കല്യാൺ ബാനർജി. രാജ്യസഭാ അംഗങ്ങളാകട്ടെ 13-ൽ 5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ MP-മാർ കൂടി വിമതപക്ഷത്തേക്ക് നീങ്ങുകയാണെങ്കിൽ പാർലമെന്റിലും മമതയുടെ പ്രതാപം അവസാനിപ്പിക്കും. നിലവിലിപ്പോൾ ഏറ്റവും വലിയ 3ാമത്തെ ഒറ്റക്കക്ഷിയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. ആ ഒരു സാഹചര്യത്തിനാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത്. ഈ വിമത MP-മാരെയും MLA-മാരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് മമതയോട് പ്രശ്നങ്ങളില്ല, മമതയെ നേതാവായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതേസമയം അഭിഷേക് ബാനർജിയെ അംഗീകരിക്കാൻ കഴിയില്ല, അഭിഷേക് ബാനർജിയോടാണ് എതിർപ്പ്. ഒപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഐപാക്കിനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഏജൻസിക്ക് എന്ത് അവകാശം എന്നുമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിരുന്നുവെങ്കിലും അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ഈ വിമതരുടെ ഒരു നിലപാട് എന്നുള്ളത്. സ്വാഭാവികമായും മഹാരാഷ്ട്രയിൽ NCPക്കും ഒപ്പം തന്നെ ശിവസേനയ്ക്കും സംഭവിച്ചതുപോലെ ഒരു പിളർപ്പ്, ഒരു പക്ഷം BJP-യിലേക്ക് പോകുന്ന സാഹചര്യം ബംഗാളിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് വിമതർ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. മറിച്ച് മറ്റൊരു പക്ഷമായി BJP-യോടൊപ്പം ചേരാൻ തങ്ങൾക്ക് കഴിയില്ല, എന്നാൽ ഒറ്റയ്ക്ക് നിൽക്കും, മമത തങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ അംഗീകരിക്കും എന്നുള്ളതാണ് നിലപാട്. എന്നാൽ ഭാവിയിൽ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേസമയം MP-മാരെ അന്വയിപ്പിക്കാൻ മമതയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞാൽ SFIയുടെ വൻ നേതാവായിരുന്നു. അതിനുശേഷം CPM-ന്റെ രാജ്യസഭാംഗമായി. CPM-ന്റെ സീതാറാം യെച്ചൂരിയോടൊക്കെ വളരെ അടുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ്. പുള്ളിയാണ് ഈ മോൺബ്ലാങ്ക് പേന ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആർഭാട ജീവിതശൈലി കാരണം പാർട്ടിയിൽ നിന്ന് വിമർശനം ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ പാർട്ടിക്കെതിരെ പറയുകയും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി അപ്പം തന്നെ TMC-യിലേക്ക് പോവുകയും അവിടെയും കണ്ണായ പൊസിഷൻ, അവിടെയും MP ആവുകയും അങ്ങനെ അവിടെ പ്രതാപശാലി തുടർന്നു. അവിടെ TMC അധികാരത്തിൽ നിന്ന് പോകുന്നെന്ന് അറിയുമ്പോൾ തന്നെ അടുത്ത ബദൽ നീക്കം, ആൾക്കാരെ കൂട്ടിപ്പുറത്ത് വന്ന് മമതയെ ഒതുക്കാനുള്ള നീക്കം നടത്തുന്നു ഋതബ്രത ബാനർജി. BJP-യിലേക്കുള്ള പോക്കാണ് എന്ന് സംശയിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. അത് ഋതബ്രതയുടെ ഒരു രാഷ്ട്രീയ വഴി വെച്ച് നോക്കിയാൽ അങ്ങനെ ആവില്ല എന്ന് പറയാതിരിക്കാനും കഴിയില്ല, അങ്ങനെ എന്ന് പറയാനും കഴിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.